കർത്താവിൻ്റെ നാമം നീക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനരായ അനുഗ്രഹീത കർത്തദാസന്മാർ, പ്രിയ സജി പാസ്റ്റർ, ശിവ് പാസ്റ്ററെ, ഇവിടെയുള്ള ദൈവമക്കൾ, പ്രിയ ജോബിൻ തുടങ്ങിയുള്ള എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. I would like to convey my greetings and love in the name of Jesus Christ to the pastors and everybody who is gathered here in this Sunday service. എന്നെ പരിചയപ്പെടുത്തിയ കർത്തദാസന് പ്രത്യേകം നന്ദി. തുടർന്ന് ദൈവവചനത്തിലേക്ക് കടന്നു പോകുന്നു. കാരണം എനിക്ക് പാസ്റ്റർമാരോട് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് അല്പം നേരത്തെ പോകേണ്ടതുള്ളതുകൊണ്ട്, ഇന്ന് വൈകിട്ട് മറ്റൊരു മീറ്റിങ്ങിന് എനിക്ക് പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ദീർഘയാത്ര ചെയ്യണം. അതുകൊണ്ട് സമയം ഒട്ടും കളയുകയില്ല. നിങ്ങൾ എന്ന് വിചാരിക്കുന്ന പോലെ സമയത്തിന് മുമ്പേ തന്നെ ഞാൻ വാക്കുകൾ നിർത്താം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. ഫിലിപ്പിൻസ് ചാപ്റ്റർ 3 വേഴ്സ് 9 to 11. Philippians. ഫിലിപ്പി ലേഖനം വളരെ ആഴമുള്ള ഒരു പുസ്തകമാണ്. The book of Philippians is a very deep book to study. അപ്പോസ്തലനായ പൗലോസിന്റെ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ AD 60 മുതൽ 63 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഫിലിപ്പി ലേഖനം. So this is a book which was written by Apostle Paul while he was in the first time while he was in the prison. ഈ ലേഖനത്തിന്റെ തലക്കെട്ട് നമുക്കറിയാം, പ്രശംസിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന തലക്കെട്ടാണ്. We see the heading for this passage. It says, let us rejoice in the Lord. ഒന്നാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിപ്പീൻ. In the first chapter it says about be glad in your prayers. രണ്ടാം അധ്യായത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നാം സന്തോഷിപ്പീൻ. The second chapter says about let us be glad in working for God. മൂന്നാം അധ്യായത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട് നാം സന്തോഷിപ്പീൻ. In the third passage he says about let us be glad because we are able to worship the Lord. നാലാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നത് കൊണ്ട് നാം സന്തോഷിപ്പീൻ. In the fourth chapter he says about let us be glad that actually our Lord is coming സന്തോഷമുള്ള back. കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Let us all praise the Lord. നമുക്ക് സന്തോഷിക്കാൻ കർത്താവിലും അവന്റെ വചനത്തിലുമാണ്. We have happiness in both God and his in word. ഫിലിപ്പിയ സഭയെക്കുറിച്ച് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. In the book of Philippians it starts in the book of 14. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. We see in the book of Acts. ആസിയയിലേക്ക് പോകാൻ പൗലോസും ശീലാസും തയ്യാറായി യാത്ര തിരിക്കുമ്പോൾ when Paul and Silas was actually starting a journey, ദൈവത്തിന്റെ ആത്മാവ് അവരെ വഴിതിരിച്ചു വിടുകയാണ്. we see the spirit of God is actually leading them in a different അവർ direction. യാത്ര ചെയ്യുമ്പോൾ പുഴവക്കത്തെ അവർ പ്രസംഗിക്കുന്നു. They actually reach a bank of a river and they start ലുദിയുടെ preaching. ഹൃദയത്തെ കർത്താവ് തുറന്നു. God opens the heart of Lydia. അവർ സകുടുംബം കർത്താവിനെ സ്വീകരിക്കുന്നു. അവർ വീട്ടിൽ ഈ സഭ ആരംഭിക്കുന്നു. We see that actually the whole family turns to God and they open a church in their house. തുടർന്ന് അവർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ And then again they continue their journey together. വെളിച്ചപ്പാടത്തിക്കായ സ്ത്രീ ഇവരെ ഉയർത്തി പറയുന്നത് കാണാനായിട്ട് കഴിയും. We see a lady who is a fortune teller who speaks about them. അത് ഒരു ഭൂതാത്മാവാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ സ്ത്രീയുടെ മേലുള്ള ഭൂതത്തെ അപ്പോസ്തലൻ ശാസിക്കുകയാണ്. The Paul was able to understand that actually it is the darkness that is shaded about her and he confessed her out. അവരും രക്ഷിക്കപ്പെട്ട ഈ ഫിലിപ്പിയ സഭയിലേക്ക് വരുന്നു. We see that she also get to know Jesus and comes into the church. അപ്പോസ്തലനായ പൗലോസിനെ യാത്രയ്ക്ക് കിട്ടിയ ഒരു കോളാണ്, ഒരു മാസിഡോണിയൻ കോൾ, ഒരു മക്കദോനിക്കാരനായ പുരുഷൻ. We see that actually the call on apostle was a Macedonian call. ഈ സ്ത്രീയെ കൊണ്ട് വരുമാനമുണ്ടാക്കിയവർ പ്രശ്നമുണ്ടാക്കി അവരെ ജയിലിൽ ഇടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. We see that actually the people who made money through this lady made a problem over there. അർദ്ധരാത്രിയിൽ പതുപോലെ അവർ ദൈവത്തെ പാടി ആരാധിച്ചു. In the midnight they were able to worship and praise the Lord. ആരാധനയിൽ ആ കാലഘട്ടത്തിൽ അടിസ്ഥാനത്തെ ദൈവം ഇളക്കി. And in that worship God shook the foundation of the church. കൈയിലും കാലിലും ചങ്ങലകൾ അഴിഞ്ഞു മാറി. We see that all the chains were broken അവർ down. സ്വതന്ത്രരായി മാറുന്നത് കാണാനായിട്ട് കഴിയും. We could see them becoming freedom. ആരാധനയിൽ വിടുതലുണ്ട്. സ്തോത്രം ചെയ്യാമോ? In worship there is freedom. പ്രാർത്ഥനയിൽ സൗഖ്യമുണ്ടെന്ന് സ്തോത്രം ചെയ്യാമോ? There is healing in prayer. ഏത് പ്രതിസന്ധികളെ തുറന്നു മാറ്റാൻ, അഴിച്ചു മാറ്റാൻ കർത്താവിന് കഴിയുന്നു. വിശ്വസിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? Let us praise the Lord because our Jesus can turn around any situation. തടവുകാർ ഓടിപ്പോയി എന്ന് കരുതിയ ആ
കാരാഗൃഹ പ്രമാണി സ്വയം ഇല്ലാതാകാൻ തയ്യാറാകുമ്പോൾ we see that the prison guard was about to kill himself, thinking everybody ran away. അപ്പോസ്തലൻ അവരെ നോക്കി പ്രസംഗിക്കുന്നു, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. But he preached gospel to them and said that you and your family will saved if you believe in കാരാഗൃഹ God. പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ട സഭയോട് ചേരുന്നു. We see that the prison guard and his family come and join the church. അതാണ് മക്കദോനിയക്കാരനായ പുരുഷൻ, അദ്ദേഹവും ഈ സഭയിലേക്കാണ് വരുന്നത്. We see that he is also a Macedonian, he comes ഈ into this ഫിലിപ്പിയ church. സഭ വളരെ വേഗം വളരുകയാണ്. We see the church is growing very ഈ fast. ഫിലിപ്പിയ സഭയെക്കുറിച്ച് അപ്പോസ്തലൻ അഭിമാനിക്കാൻ ചില കാര്യങ്ങളുണ്ട്. There are some things the apostle has to be proud ഒന്നാം of. അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. In the first chapter we എന്റെ see that കഷ്ടതയിൽ എന്നോട് ഉദവി കാണിച്ച സഭ, it is a church who stood by me in എന്റെ trouble. വേദനയിൽ എന്നെ ചേർത്ത് നിർത്തിയ സഭ. It is a church who held me close during my എന്നാൽ ഇന്ന് pain. സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. But today there are some problems in the മൂന്ന് church. പ്രതിസന്ധികൾ ആ സഭയ്ക്കുണ്ടായി. There are 3 challenges for the അതിൽ church. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അവിടുത്തെ പൗരത്വ പ്രശ്നമാണ്, സിറ്റിസൺഷിപ്പാണ്. The first challenge is that about the citizenship in the church. നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കോളനിയാണ് ഫിലിപ്പിയ. We see that Philippines is a colony known for the father of Alexander, whose റോമിന്റെ name Philip. പ്രവശ്യയായതുകൊണ്ട് ആ പേരിൽ അറിയപ്പെടുകയാണ്. It is a province of Rome, so it's known by the ആ name. കാലത്തെ ഏറ്റവും പ്രബലമായ പൗരത്വം റോമ പൗരത്വമാണ്. In those days, Roman citizenship was most popular. റോമ പൗരത്വം 3 രീതിയിലാണ് കിട്ടുന്നത്. There are 3 ways to obtain a Roman ആ കാലത്തെ citizenship. ഏറ്റവും ശക്തമായ പൗരത്വം. That was the most powerful ഒന്ന്, citizenship. വലിയ വില കൊടുത്തത് വാങ്ങണം. 1, you have to give a lot of money. 2, ആ രാജ്യത്ത് ജനിക്കണം. 2, you have to be born there. 3, രാജാവ് സൗജന്യമായി നൽകണം. 3rd, the king has to give you freely. ഈ പൗരത്വം വില കൊടുത്തു വാങ്ങിയ ആളാണ്, വാങ്ങിയവരാണ് ലുദിയും കുടുംബവും അപ്പോസ്തലനായ പൗലോസും ഒക്കെ വചനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നു. We see that a lot of families in the church gave money and bought this റോമിൽ citizenship. ജനിച്ചു വളർന്ന മക്കദോനിയക്കാരനായ പുരുഷനാണ് കാരക പ്രമാണിയും കുടുംബവും. We see that actually the prison guard and family was born and became a citizen there. വെളിച്ചപ്പാട്ടുകാരിയ സ്ത്രീയെ പോലെ മറ്റുള്ളവരൊക്കെ സൗജന്യമായി ലഭിച്ചതാണ്. But the fortune teller and a lot of other people became സഭയിൽ ഒരു freely. പൗരത്വം പ്രശ്നമായി വന്നിരിക്കുന്നു. Today the citizenship has become a problem in the church. പൗരത്വത്തിൽ പുകഴുന്ന ആളുകളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. There are a lot of people who feel proud in their ഞങ്ങൾക്ക് ഈ citizenship. ഭൂമിയിൽ പ്രശംസിക്കാൻ ചില കാര്യങ്ങളുണ്ട്. There are something they want to boast about. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ ചില കാര്യങ്ങളുണ്ട്. There are some things for us to be happy ഞങ്ങൾക്ക് ചിലത് about. പുകഴാൻ ചില കാര്യങ്ങളുണ്ട്. They wanted to be self-esteemed with some things in life. സഭയ്ക്കകത്ത് വരികയാണ്. But that has become a problem in the അപ്പോൾ church. അപ്പോസ്തലനോട് പറയുകയാണ്, Then Paul is telling നിങ്ങൾക്ക് them, പ്രശംസിക്കാൻ ഇവിടുത്തെ പൗരത്വമുണ്ട്. for you to be proud that you have എന്നാൽ citizenship, എനിക്കൊരു പൗരത്വമുണ്ട്. but I have a citizenship. ഫിലിപ്പിയർക്കെതിരെ കീവേഡ് നമുക്കറിയാം, ചാപ്റ്റർ 3 വേഴ്സ് 20 ആണ്, നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാകുന്നു. In chapter 3 verses 20 he said our citizenship is in heaven. യേശു വീണ്ടും വരുമെന്ന് കാത്തിരിക്കുന്നു. And I believe that Jesus Christ is going to come back. പ്രശംസിക്കാൻ, For us to be proud of, ഞങ്ങൾക്ക് പുകഴാൻ, for us to be ഞങ്ങൾക്ക് boast about, ആനന്ദിക്കാൻ for us to be glad ഒരു about. പൗരത്വമുണ്ട്. That is a citizenship, നീക്കം വരാത്ത പൗരത്വം, the citizenship that will not be ഇളകാത്ത shaken, പൗരത്വം, that will not be shaken. സ്വർഗ്ഗത്തിലെ ദൈവം തന്ന പൗരത്വം, That citizenship is given by അതാണ് God. സ്വർഗീയ പൗരത്വം. That is a ആ heavenly citizenship. പൗരത്വമുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തോത്രം How ചെയ്യാമോ? many of you believe that and praise the Lord? ഞങ്ങളുടെ പൗരത്വം സ്വർഗ്ഗത്തിലാകുന്നു. Our citizenship is in heaven. അവിടുത്തെ കർത്താവായ യേശു വീണ്ടും വരുമെന്ന് കാത്തിരിക്കുന്നു. And we believe and we look forward എത്ര for the പേർക്ക് Jesus' second coming. പ്രത്യാശയുണ്ട്? How many of you believe that? ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. എല്ലാ പൗരത്വം നൽകുന്നത് ഇവിടുത്തെ ഭരണാധികാരികളാണ്. All the citizenship are given by the rulers of the country, സ്വർഗീയ പൗരത്വം നൽകുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. but this heavenly citizenship is given by the God in നമ്മെ heaven. സ്വർഗീയന്മാരാക്കാൻ To make us heavenly, സ്വർഗ്ഗത്തിൽ വസിച്ച ദൈവം the God who is in heaven, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് he came down to heaven, സകലതും നിവർത്തിയാക്കി he made everything താൻ possible, തിരികെ സ്വർഗ്ഗത്തിലേക്ക് പോയി. and he went back to heaven. അവർക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? Let us all praise the Lord. ഹല്ലേലൂയ. സ്വർഗീയ പൗരത്വം വില കൊടുത്തു വാങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ നമുക്കാർക്കും വാങ്ങുവാൻ If we പറ്റുമായിരുന്നില്ല. had to buy the heavenly citizenship with money, we would have never done സ്വർഗീയ it. പൗരത്വം ഒരു 100 കോടി രൂപയുള്ളവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ ഇവിടെ പലർക്കും കിട്ടും, പക്ഷേ എനിക്കൊരു സാധ്യതയുമില്ല. If we had to pay millions of money to buy a heavenly citizenship, we would have never bought it. സ്വർഗീയ പൗരത്വം ഒരു 2 PhD ഉള്ളവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പലർക്ക് കിട്ടും, പക്ഷേ എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. If it was only given to highly qualified people, we would have never got it. സ്വർഗീയ പൗരത്വം ഏറ്റവും സൗന്ദര്യമുള്ളവർക്ക് കിട്ടൂ എന്ന് പറഞ്ഞിരുന്ന നമുക്കാർക്ക് കിട്ടാൻ സാധ്യതയില്ല. If it is only given to the most handsome people, you would have not got it. അതൊരു സംശയം വന്നു നിങ്ങൾക്ക്. You have a doubt about it. സ്തോത്രം. ടി കെ സമൽ സാർ എഴുതുന്നത് ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ എന്നാണ്, പക്ഷേ ഉത്തമഗീതം വായിക്കുന്നത് 10,000 സുന്ദരൻ എന്നാണ്. The songwriter saw the beautiful among the thousands. But the song of songs 10,000 സുന്ദരനെങ്കിലും ആയിരുന്നെങ്കിൽ കിട്ടത്തുള്ളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിനെത്താൻ നമ്മൾ കുറെ സമയം പണിപ്പെട്ടതാ. മിണ്ടുന്നില്ല. we had a tough time to reach this situation. സ്തോത്രം ചെയ്യാമോ?
ഒരു മാനദണ്ഡവും വെക്കാതെ without any conditions. തികച്ചും സൗജന്യമായി സ്വർഗീയ പൗരത്വം നൽകിയ കർത്താവിന് സ്തോത്രം It ചെയ്യണം. was purely given as free for us. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? Why we are able to worship the എന്തുകൊണ്ടാണ് Lord? നാം കൈയടിക്കേണ്ടത്? Why do we clap the എന്തുകൊണ്ടാണ് hands? നാം പാട്ട് പാടേണ്ടത്? Why do we sing songs? പാപിയും ദോഷിയുമായി നമ്മെ തെരഞ്ഞെടുത്ത കർത്താവിന് സ്തോത്രം ചെയ്യണം. We should praise the Lord who selected നമ്മെ us being വീണ്ടും a sinners. ജനിപ്പിച്ച സ്വർഗീയ പൗരത്വ കർത്താവിന് സ്തോത്രം ചെയ്യണം. We should thank God for the heavenly citizenship He gave us. ഹല്ലേലൂയ. Hallelujah. ഒരു മാനദണ്ഡവും കർത്താവ് വെച്ചില്ല. He did not put any conditions for that. റോമാലേഖനം 3:23 ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ ഇഷ്ടമില്ലാത്തവരായി മാറി. We see in the book that actually no difference. Everybody has sinned and turned away from the God of grace of God. റോമർ 3:24 അവന്റെ കൃപയാൽ Romans 3:24 says by the grace of God. കൃപയാൽ By the grace തികച്ചും സൗജന്യമായി നമുക്ക് രക്ഷ ദൈവം ദാനം നൽകി. By the grace of Jesus Christ we were getting salvation for free. സൗജന്യമായി രക്ഷ നൽകിയ കർത്താവ്. God gave us salvation for free. സ്വർഗീയ പൗരത്വം തികച്ചും സൗജന്യമാണ് എന്നുള്ളത് കൊണ്ട് അതിന് വിലയില്ലാതിരിക്കുന്നില്ല. It is not that actually the citizenship is free doesn't mean it's priceless. They had a value for it. അതൊരു വലിയ വിലയായിരുന്നു. It was a big value for ഇവിടുത്തെ them. ഇസങ്ങൾക്കോ ഫിലോസഫികൾക്കോ തത്വചിന്തകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മതങ്ങൾക്കോ മതവേലധ്യക്ഷന്മാർക്കോ ആർക്കും ഈ വില കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ തന്റെ പുത്രനായ യേശു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. When nobody on this earth was able to give a value for that citizenship, Jesus came down himself. നാം ദിനംതോറും ശ്വസിക്കുന്ന ഓക്സിജൻ ഒരു വിലയും കൊടുക്കുന്നില്ല. For the oxygen we breathe every day, we don't pay for it. മേലോട്ടൊന്ന് വലിച്ചാട്ടെ, ജീവനുണ്ടോ നോക്കട്ടെ. Let us all breathe up. Let's ഒന്ന് see. വലിക്കേ പ്ലീസ്, ഒന്ന് മേലോട്ട് ശ്വസിച്ചാട്ടെ. Let us all breathe in. ജീവനെ കൊണ്ടൊന്ന് മേലോട്ടൊന്ന്. Let us all make sure we are all alive. പോയാലും വേണ്ടിയല്ല, ഒന്ന് ശ്വസിച്ചേ, മേലോട്ടൊന്ന് ശ്വസിച്ചേ. Let us all take some breath in. ഒരു വിലയും കൊടുത്തില്ലല്ലോ. We did not pay anything for it. വല്ല വിലയും കൊടുത്തോ? Did you pay anything? പക്ഷെ 2 ആഴ്ച വെന്റിലേറ്ററിൽ കിടന്ന് ഓക്സിജൻ നമുക്ക് തരുമ്പോൾ ഒരു വലിയ ബില്ല് തരാറുണ്ട്. But if we get hospitalized and if we had to be on a ventilator, we have to pay a bill for that. ഓക്സിജൻ സൗജന്യമാണ്, പക്ഷെ അതിന് വിലയില്ലാതിരിക്കുന്നില്ല. If we know that actually oxygen is free, doesn't mean that it is actually no value. കുടിക്കാൻ നമുക്ക് വെള്ളമുണ്ട്, തികച്ച സൗജന്യമാണത്. The drinking water we get is for free. സ്തോത്രം. പക്ഷേ വെള്ളത്തിന് വിലയില്ലാതിരിക്കുന്നില്ല. Doesn't mean that there has no value for it. വെളിച്ചം നമുക്ക് തികച്ച സൗജന്യമാണ്. The light we see comes free for us. പക്ഷേ നാം ഇപ്പോൾ കാണുന്ന ഈ വെളിച്ചത്തിന് വില കൊടുത്തേ പറ്റൂ. But the light we see indoors we pay money for it. സൗജന്യമായി ചിലതൊക്കെ തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാമോ? But God has given us a light that is free. സ്വർഗ്ഗീയ പൗരത്വം തികച്ച സൗജന്യമായതുകൊണ്ട് അത് വിലയില്ലാതിരിക്കുന്നില്ല. That doesn't mean that actually there's no value for this. There was a value for it. ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. Nobody was able to pay for എന്നാൽ ആ വില നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ കൊടുത്തു. But Jesus Christ gave the money for that in Christ. ജനിച്ച് He born sinless. പാപം കൂടാതെ 33 തിരുവയസ്സ് വരെ ജീവിച്ച് He lived for 33.5 years without sin. കാൽവറി മരിച്ച He died for the sinners on the cross. യേശുവിന്റെ ചങ്കിലെ ചോരയാൽ It is the blood of Jesus that He gave. വെള്ളിയും പൊന്നുമല്ല നമ്മെ വീണ്ടെടുത്തത്. It is not by gold or silver. നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ It is by the blood of Jesus Christ that we have been saved. He paid money for us. അവിടുത്തെ മക്കളാക്കി തീർത്ത He's become a children of God. ദൈവകൃപയോർത്ത് എത്ര പേര് സ്തോത്രം ചെയ്യും? How many of you want to praise the Lord? നടിച്ച ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Let us all clap and praise the Lord. സന്തോഷ കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റും. How many of you are able to thank the Lord? ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും അതിനുവേണ്ടി താൻ കൊടുക്കുന്ന വിലയുമാണ്. The 3rd chapter talks about his wishes and the price he paid for that. ഞാൻ വേഗത്തിൽ അതെന്ന് പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. Let me quickly go through that and before we wind up. പൗലോസിന്റെ ജീവിതാഭിലാഷങ്ങൾ. There are some life goals that the Paul puts forward. നമ്മൾ അത് വായിക്കുന്നുണ്ട്. Let us read from 9 verses 9. തന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ. He talks about 5 wishes in his life. ക്രിസ്തുവിനെ നേടുക. He said that actually he wants to. ക്രിസ്തുവിൽ ഇരിക്കുക. He wants to be in Christ. 3 അവന്റെ പുനരുത്ഥാന ശക്തിയെ അടുത്തറിയുക. To know the power of his resurrection. 4 അവന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മയുള്ളവനാകുക. To become a fellowship of his sufferings. 5 വല്ലവിധേനയെ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുക. To may attain to be the resurrection from the dead. ആഴമുള്ള പൗലോസിന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ. Very deep likings or wishes of Paul. ചില ആഗ്രഹങ്ങളുള്ളവരാണ്. We also have wishes in life. ചില ജീവിത അഭിലാഷങ്ങളുള്ളവരാണ്. We also have ambitions in life. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആഗ്രഹമുള്ളവരെന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. If anybody has an ambition in life, let's praise the Lord. എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ളവർ സ്തോത്രം ചെയ്താട്ടെ. If you have any ambitions in life, lift your hands.
land. നല്ലതൊക്കെ ആഗ്രഹിച്ചാൽ കർത്താവ് തരുമെന്ന പുസ്തകത്തിൽ വായിക്കുന്നത്. We see that actually anything you wish that is good in the heart, പൗലോസിന്റെ God will give ആഗ്രഹവും you. പൗലോസിന്റെ പ്രാർത്ഥനയും സ്പിരിച്വൽ ആയിരുന്നു. All the Paul's need was in spiritual realm. ഹല്ലേലൂയ. Hallelujah. പൗലോസിന്റെ ആഗ്രഹം ഒന്ന് ക്രിസ്തുവിനെ നേടുക, The first thing is actually he want to attain Jesus, ക്രിസ്തുവിൽ ഇരിക്കുക. to be in പൗലോസ് Jesus. ലേഖനത്തിലുണ്ട് എനിക്ക് അവനെ ഒന്ന് അടുത്തറിയുക. He wanted to know him much closer. എഫേസ്യ ലേഖനത്തിലുണ്ട് അവനോട് ഒന്ന് ചേർന്ന് നിൽക്കുക. He wants to sit closer to ഈ Jesus. രണ്ട് ആഗ്രഹങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞാൻ പറയാം. Let me put together these two wishes. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം യേശുവിനോട് ഒന്ന് അടുത്ത് നിൽക്കാൻ കഴിയണം. Paul wanted to always stay closer to Christ. ഇന്ന് രാവിലെ ഈ വിശ്വസഭായത്തിൽ ചോദിക്കട്ടെ, കർത്താവും നിങ്ങളുമായിട്ടുള്ള അകലം എത്ര ദൂരമാണ്, എത്ര അടുത്താണ്? I want to ask you, how far or how close are you to Jesus വിശുദ്ധ Christ? മേശ ഇന്ന് പകൽ നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നല്ലോ. We were able to be a partaker of എന്നാൽ Lord's ഇന്ന് table. രാവിലെയും പറയട്ടെ, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും കർത്താവുമായിട്ടുള്ള നമ്മുടെ ഏറ്റവും നല്ല അടുപ്പവും എത്ര മാത്രമുണ്ട്? How close or how far are we from ഈ God? ഭൂമിയിൽ ഒരു ഭക്തൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. The wish of a believer should in this earth should be that അടുത്ത് നിൽക്കണം. I want to be closer to Christ. യേശുവോടൊന്ന് പറ്റി നിൽക്കണം. I want to be closer to യേശുവോടൊന്ന് Jesus. ചേർന്ന് നിൽക്കണം. I want to be standing by കർത്താവിനെ ഒന്ന് Jesus. രുചിച്ചറിയണം. I want to taste and see the Lord. യേശുവോടൊന്ന് പറ്റി നിൽക്കാൻ കഴിയണം. I want to stay closer to യേശു God. പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ അധികം ഫലമുണ്ടാകും. Jesus said, if you live in me and I live in you, you will be able എന്നെ to bear പിരിഞ്ഞ് fruits. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. He said, without me you cannot do anything. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, He said, I am the true നിങ്ങൾ vine. കൊമ്പുകളാണ്. You are the branches. കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വാസിച്ചിട്ടല്ലാതെ തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. The branches has to be always on the vine to bring forth the യാഥാസ്ഥിക fruits. കൊമ്പുകളെ ഓർക്കാതെ പോയാൽ സാധാ കൊമ്പുകളെ എങ്ങനെ ഓർക്കും? He says actually even the special ones were forgotten. യാഥാസ്ഥിക കൊമ്പുകൾ യഹൂദനാണ്. Even the Hebrews were not thought സാധാ about. കൊമ്പുകൾ ഒട്ടിച്ച് ചേർത്ത ബഡ് ചെയ്ത കൊമ്പുകളാണ്. We are the ordinary budded ഒരു branches. യോഗ്യതയുമില്ലാത്ത നമ്മെ, ഒരു യോഗ്യതയുമില്ലാത്ത We were not നമ്മെ, eligible and worthy ഒരു for it. അർഹതയുമില്ലാത്ത നമ്മെ, We were not worthy for it. ജാതികളായ നമ്മെ We were not കൃപയാൽ outsiders. വിളിച്ച് ദൈവസന്നിധി കൊണ്ടുവന്ന് യേശുവിനോട് ദൈവം ചേർത്ത് നിർത്തി. We see that actually God took us inside and stood us next to എന്നാൽ Jesus. കർത്താവ് നമ്മോട് പറയുന്നു, കർത്താവിനെ പിരിയാതെ ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. Jesus says that actually if you're not able to let go of my hand, that will be a കർത്താവിൽ blessed life. അകന്നു പോയാൽ ഉണങ്ങാൻ സാധ്യതയുണ്ട്. So if you go away from Christ, you will അത് become പിന്നെ dry. പുറത്തെറിയാനേ കൊള്ളാകെയുള്ളൂ. Then the next thing is to throw it away. കർത്താവിനോട് അടുത്ത് നിന്നാൽ, But if you stay closer to കർത്താവിനോട് Jesus, പിരിയാതെ നിന്നാൽ, if you are not going away from കർത്താവിനോട് God, ചേർന്ന് നിന്നാൽ, if you stay closer to God, അടുത്ത് നിന്നാൽ, if you stay closer, ജീവൻ പ്രാപിക്കാൻ പറ്റും, you will attain life. ഫലം പ്രാപിക്കാൻ പറ്റും, You can produce fruits. വിടുതൽ പ്രാപിക്കാൻ പറ്റും. You will be delivered. ഇന്ന് രാവിലെ എത്ര പേര് പറയും, കർത്താവേ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ How many കഴിയില്ല? of you tell that, oh God, without you I can't do anything? അങ്ങന്റെ ജീവനാണ്, You are my life. അങ്ങന്റെ പ്രാണനാണ്, You are my life, O Lord. അങ്ങന്റെ സ്വന്തമാണ്, You are my own. അങ്ങന്റെ ആവേശമാണ്, You are my അങ്ങന്റെ enthusiasm. എല്ലാമാണ്. You are my all in all. ജീവിക്കുന്നെങ്കിലും Even if I live, മരിക്കുന്നെങ്കിലും even if I die, അങ്ങക്ക് വേണ്ടി നിൽക്കാൻ എന്നെ സമർപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? I surrender myself to be you, Jesus. ഹല്ലേലൂയ. Hallelujah. യേശുവോട് ചേർന്ന് നിൽക്കാൻ കഴിയണം. We should be able to stand closer to Jesus. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് കർത്താവിനോട് അടുത്ത് നിൽക്കണം. Paul wanted to stay closer to God. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാകണം, കർത്താവിനോട് അടുത്ത് നിൽക്കാൻ കഴിയണം. Our most biggest ambition in our life should be in our life to be close. ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയണം. We should be able to love Jesus നമുക്കറിയാം, deep. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കൂട്ടം പുരുഷാരം യേശുവിന്റെ ചുറ്റാകെ ഉണ്ടായിരുന്നു. When Jesus was on this in his ministry, there was a അവർ crowd who വന്നത് came to him. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യത്തിനു വേണ്ടിയാണ്. We see the crowd came to get the അവർക്ക് worldly blessings. വെറും ആവശ്യങ്ങൾ നടന്നാൽ മതിയായിരുന്നു. They wanted to get some job അവർക്ക് done. വെറും സൗഖ്യം കിട്ടിയാൽ മതിയായിരുന്നു. They just wanted healing. ആ പുരുഷാരം യേശുവിനെ വിട്ട് പിരിഞ്ഞുപോയി. That crowd left Jesus. എന്നാൽ കർത്താവ് 120 പേരെ തിരഞ്ഞെടുത്തു. Jesus took 120 people കൂടെ ഇരിക്കാൻ. to be with him. കർത്താവ് പറയുമ്പോൾ ഈ രണ്ടായിട്ട് പോകാൻ. So when he tells them he'll go to, എന്നാൽ കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തു. then Jesus took 12. യേശു പോകുന്നിടത്തെല്ലാം യേശുവിനെ അനുഗമിക്കാൻ. So wherever Jesus went, they അവന്റെ followed him. കാൽച്ചുവടുകളെ പിൻപറ്റാൻ. To follow his footsteps. യേശുവിനോട് ചേർന്ന് നിൽക്കാൻ. To stay closer to കർത്താവ് Jesus. 12 പേരെ തിരഞ്ഞെടുത്തു. Jesus elected 12. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ
കേട്ടെന്ന് തോന്നുന്നു 3 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. But there were 3 people who were chosen. മലമേൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കൂടെ കൊണ്ടുപോയി. They took him to the mountain when he prayed. പോയിടത്തെല്ലാം എപ്പോഴും ഉണ്ടായിരുന്ന 3 പേർ. These 3 people were everywhere that Jesus went. പിരിയാതെ നിന്ന 3 പേർ. They did not set away from Jesus. അതിൽ നിന്ന് മാറി ഒരാൾ ഉണ്ടായിരുന്നു. There was one more person in that group. യോഹന്നാൻ, യേശുവിന്റെ മാറോട് ചാരിയുന്ന യോഹന്നാൻ. We see that John was sitting closer to God. ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിരിയുന്നവരാണോ? You are gathering together for your need and going away. കൂട്ടത്തിലാണോ? Are you with the crowd? നിങ്ങൾ 120 കൂട്ടത്തിലാണോ? Are you one among the 120? നിങ്ങൾ 12 പേരുടെ കൂട്ടത്തിലാണോ? Are you one among the 12? നിങ്ങൾ 3 പേരുടെ കൂട്ടത്തിലാണോ? Are you one among the 3? അതോ യേശുവിന്റെ മാറോട് ചാരി നിൽക്കാൻ ഈ തലമുറയിൽ എത്ര പേരുണ്ട്? Are you the one who is closer to the heart of God? കർത്താവേ, ഞാൻ അങ്ങയെ ആഴമായി സ്നേഹിക്കുന്നു. Oh Jesus Christ, I love you deeply. കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ. Let us all lift up our hands. ഞാൻ അങ്ങയെ ആഴമായി സ്നേഹിക്കുന്നു. Jesus, I like you deeply. അങ്ങയെ ഞാൻ ആഴമായി സ്നേഹിക്കുകയാണ്. To the deepest of my heart, I love you, Jesus. ഒരിക്കലും എനിക്ക് കഴിയില്ല. I cannot be separated from you. അങ്ങയെ കുറെ കൂടെ അടുത്തറിയണം. I want to know you more. അങ്ങയെ കുറെ കൂടെ സ്നേഹിക്കണം. I want to love you more. അങ്ങയെ കുറെ കൂടെ സ്നേഹിച്ചു നിൽപ്പാൻ സമർപ്പിക്കപ്പെടുകയാണ്. I submit myself to love you more. ഹല്ലേലൂയ. കുഞ്ഞേ, ആരാ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്? Children, who is our closest friend? ആരാ നിങ്ങളുടെ ഏറ്റവും അടുത്ത ക്ലോസ് അല്ലേ റിലേഷൻ ഉള്ള ആൾ ആരാണ്? Who is your closest related person? യേശു കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞ 10 പ്രഖ്യാപനങ്ങളുണ്ട്. There are 10 declarations Jesus told about discipleship. അതിലൊരു പ്രഖ്യാപനം എങ്ങനെയാണ്? One of the declaration is like this. ഒരുവൻ അപ്പനേക്കാൾ, if somebody loves more than his father, more than his mother, more than his wife, more than his children, വസ്തുവകകളേക്കാൾ, even than his worldly belongings, സ്നേഹിക്കാത്തവർക്ക് if you don't love me, എന്റെ ശിഷ്യനായിരിക്കാൻ പറ്റില്ല. you cannot be a disciple of mine. എന്നാ കർത്താവ് പറയുന്നത്? What is Jesus saying here? മാതാപിതാക്കൾ വേണ്ടെന്നാണോ? Does it mean that actually that we don't need parents? Does it mean we don't need a wife? Does it mean that we don't children? Does it mean we don't need any earthly blessings? But Jesus said this all would end up at the graveyard. 2023 ഷാരോന്റെ കോൺഫറൻസ് പ്രസംഗിക്കാൻ ഒക്കലഹോമയിലേക്ക് പോകുന്ന വഴി ഡാളസ് കൺവെൻഷന് പ്രസംഗിച്ചിട്ട് ഞാൻ അടുത്ത പോകുന്ന വഴിയിൽ എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2023 actually pastor was coming back after preaching in Dallas. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. I had to go back without preaching. എൻ്റെ അമ്മ മരിച്ചിട്ട് കഴിഞ്ഞ ദിവസം 2 വർഷം തികഞ്ഞു. The other day it's been second anniversary. എൻ്റെ അപ്പൻ ഒരു ഉപദേശിയാണ്. എൻ്റെ അപ്പന് 86 വയസ്സുണ്ട്. My dad is 86 and he is a pastor. എത്ര തിരക്കാണെങ്കിലും ഒരാഴ്ച ഒരിക്കൽ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പോകും. Even if how much busy I would have always go visit my dad. മാതാപിതാക്കളെ മറക്കരുത്. Never forget your parents. മാതാപിതാക്കളെ മറക്കരുത്. Never forget your parents. ഒരു സ്വോത്രമായി വരണം. മാതാപിതാക്കളെ മറക്കരുത്. Let's praise the Lord. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം മാതാപിതാക്കൾ വേണ്ടെന്നല്ല. He didn't say that you don't need parents. He did not say I don't need another wife. യുഗത്തിലെ എല്ലാ സ്നേഹവും എല്ലാ ബന്ധങ്ങളും എല്ലാ നേട്ടങ്ങളും സെമിത്തേരി കൊണ്ട് പിരിയുന്നതേ ഉള്ളൂ. Jesus is saying that all these relationships and commitments will be till the graveyard. സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും. Your wife will actually go away from the graveyard. മക്കൾ സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും. Your children will come only till the graveyard. സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും. Everybody would come only till the graveyard. The house I dwell will not come beyond this graveyard. The car I drove will come to this graveyard. The preaching I did will only come to the graveyard. My worship will end at the graveyard. All the gifts will end by the graveyard. All the talents I've gifted will be end. But there is a relation that will never end. There is a relation that will not be separated even to the death. There is a relation even after you come death. That relationship is with Jesus Christ. How many of you can understand that? The relationship that will not end at the graveyard. This is an inseparable relation. This is an inseparable relation. This is an inseparable relation. Is there anybody to come with you when you pass away? Is there anybody who can come with you even after you die? യുഗായുഗം നിലനിൽക്കുന്ന ഒരേ ഒരു ബന്ധം അത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. Jesus is the only relationship that will come beyond the graveyard. Hallelujah. ആ ബന്ധം സ്ട്രോങ് ആക്കണം. That relationship we should get stronger. Finally be strong in the Lord and Holy Spirit. Hallelujah. Hallelujah.
യേശു ക്രിസ്തുവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? Do you have a relationship with Christ? നിങ്ങൾക്ക് പാസ്റ്റർമാരായിട്ട് നല്ല ബന്ധമുണ്ട്. There are good relationship with the pastors. ഒത്തിരി ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. You have a good relationship with the leaders. വർഷിപ്പ് ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. You have a good relationship with the worship leaders. ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. There are a lot of activities happening. കർത്താവുമായിട്ട് വ്യക്തിപരമായ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? Do you have a personal relationship with Christ? അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. With this we cannot please God. കർത്താവുമായിട്ട് ഒരു പിരിയാത്ത നിലനിൽക്കുന്ന അടുത്തുള്ളൊരു ബന്ധം വേണം. There should be an inseparable relationship with Christ. അപ്പോസ്തലൻ പറയാ, ഇതുവരെ ഞാൻ അറിഞ്ഞത് പോരാ. Paul says that it is not enough. കർത്താവിനെ ഒന്ന് അടുത്തറിയണം. I want to know much more closer. എത്രവർക്ക് ഈ സമയത്തിൽ ആഗ്രഹമുണ്ട്? How many of you believe that? കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞതിനേക്കാൾ I want to get much more closer. കൂടെ കർത്താവിനെ ഒന്ന് അടുത്തറിയണമെന്ന് ആഗ്രഹമുള്ള കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. ഓ രാമന ശൈഡരാധന ഹസ്തരാധന. മൂന്നാമത്തെ തന്റെ ആഗ്രഹം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറെ കൂടെ അടുത്തറിയണം. He wants the third thing. His wish is that I want to know the power of Holy Spirit. ഈ തലമുറയിൽ പരാജയപ്പെടാൻ നിൽക്കണമെങ്കിൽ ദൈവം നമുക്ക് അയച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറെ കൂടെ പ്രാപിക്കണം. In this generation, if you need a victorious life, you need Holy Spirit. ഈ തലമുറയിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. In this generation, we need this power of Holy Spirit. ബൈബിൾ ക്ലാസ്സിൽ അത് കുറെ ശാക്തീകരണത്തെ കുറിച്ച് നമ്മൾ കേട്ടു. We talk about being empowered in this Bible study. ശക്തീകരിക്കുന്നത് how does God empower us? Through the Holy Spirit. It is a word of God. Let us praise the Lord. We see that Jesus Christ was filled in Holy Spirit and went in the desert. We see that after 40 days he came with great strength. He so talks about his future plans. He gives the people blind to see. The people can't hear is able to hear. He gave deliverance to people who are chained. He says that actually that same power is in me. If Jesus wanted the power of Holy Spirit to do his ministry in this generation, we need to. I need more power. How many of you can praise the Lord? അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ തലമുറകൾ ആത്മസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ദേശത്തെ സ്വാധീനിക്കാൻ, തലമുറകളെ സ്വാധീനിക്കാൻ, പട്ടണങ്ങളെ സ്വാധീനിക്കുന്ന ആത്മസാന്നിധ്യം കൊണ്ട് ഈ തലമുറ നിറയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മസാന്നിധ്യം പകർച്ചയുണ്ടാകട്ടെ. Through the name of Holy Spirit, let everybody be filled with Holy Spirit and you are able to influence the people around you. Let us all praise the Lord with happiness. In this generation, let us all wait for the Holy Spirit and take it. Hallelujah. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടവനായി താഴെ വീണ ശൗൽ പ്രാർത്ഥിക്കപ്പെട്ട് തർസോസിലേക്ക് പോയി അവിടെ പ്രാർത്ഥിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. We see that actually even though he fell from the horse as a blind person, he got up and after his being healed he became more strong. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചവനെ ബർത്തബാസ് ആളെ വിട്ട് അന്ത്യോക്യയിലെ ഉണർവിനെ പങ്കാളിയാക്കി. He see that actually he was called upon to become a part of a revival. ഒരു ഉണർവിനെ പങ്കാളിയാകാൻ, let us all become a part of the revival. പങ്കാളിയാകാൻ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നാൽ ഈ തലമുറയിൽ ദൈവമേ ശക്തരാക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിന്റെ അമിത സാന്നിധ്യം, ജീവശക്തി, ഉയർപ്പിന്റെ ശക്തി, അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനത്തിന് വേണ്ടി ദൈവം പകരട്ടെ. Let us all filled with the power of God so become a part of the revival in the city. Hallelujah. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദി. അതിലേക്കൊന്നും ഞാൻ പ്രസംഗിക്കുന്നത്. നരിയാണി എന്ന് പറഞ്ഞാൽ നനഞ്ഞു, നമ്മൾ കീറിപ്പോകും തിരിച്ച്. നരിയാണി എന്ന് പറഞ്ഞാൽ എനിക്കാ ബാലൻസ്, ഞാൻ പറയും ഇത്രയും മതി, തിരിച്ച് വീട്ടിൽ കയറിപ്പോയി. It is not that the flow of Holy Spirit is only till your toes. മുട്ടോളം എന്ന് പറഞ്ഞാൽ ബാലൻസ് എനിക്കാണ്, ഞാൻ തിരിച്ച് വീട്ടിൽ കയറിപ്പോയി. We see that actually if it is still only to your knees, you still have in control. ഇത്രയും മതി. This is enough, we say sometimes. അരയോളം എന്ന് പറഞ്ഞാൽ ചെറിയ ബാലൻസ് ഒക്കെ തെറ്റിയാലും
ഞാൻ തീരുമാനിക്കും എനിക്ക് ഇത്രയും മതി, വീട്ടിലേക്ക് കയറിപ്പോയി. We see that even if it is to your waist height, actually you can be in control. നീട്ടില്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയും, നമ്മൾ ചലിക്കും. സ്തോത്രം ചെയ്യാമോ? നമ്മൾ പറയുമ്പോൾ അല്ല ആത്മാവ് ചലിക്കുന്നത്, ആത്മാവ് പറയുമ്പോൾ നമ്മൾ ചലിക്കുന്നത്. മനസ്സിലാകുന്നവർ സ്തോത്രം ചെയ്യാമോ? ഒരു ദൈവദാസനും പറയുന്നത് കേട്ട് ചലിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പറയുന്ന കേട്ട് ചലിക്കുന്നവനാണ് ആത്മീയൻ. മനസ്സിലാക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്ത്. When we become completely immersed in Holy Spirit, it is Holy Spirit who leads us. ഗലാത്യത്തിലുണ്ട് ആത്മാവ് പറയുന്നത് അനുസരിച്ച് നടക്കുന്നവനാണ് ആത്മീയൻ. The Bible says actually anybody who walks by the Spirit is a believer. ഒരു പദം കൂടെ പറയട്ടെ, പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ കിട്ടുന്നതല്ല, നമ്മെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി കിട്ടുന്നതാണ് ആത്മസ്നാനം. We see that actually anytime you submit yourself to Holy Spirit is when you become filled with Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മെ പൂർണ്ണമായി കിട്ടുന്നതിനാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിൻ ജീവിതം എന്ന് പറയുന്നത്. അത് മനസ്സിലാകുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാമോ? We become filled with Holy Spirit when we completely submit to the Holy Spirit. ഈ തലമുറയിൽ ഈ ശക്തി പോരാ. ആരാധനയുടെ ആഴങ്ങൾ, ആത്മശക്തിയുടെ ആഴങ്ങൾ ഈ തലമുറയിൽ നമ്മിൽ കർത്താവ്. In this generation we need to get deeper into the worship and praising God. നാളെ അവന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിത്തമുള്ളവരാകണം. There are a lot of people God will make us be partakers. കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാകും പറഞ്ഞാൽ ഒന്ന് വിശുദ്ധ മേശയിൽ ഒഴിഞ്ഞിരിക്കാതിരിക്കുക. First thing is actually we should be able to actively partake in God's table. കർത്താവിന്റെ ക്രൂശിന്റെ ഓർമ്മയാണ് വിശുദ്ധ മേശ. We know that actually this is the death that Jesus has വിശുദ്ധ മേശ ഉള്ളപ്പോൾ പ്രാഗൽഭ്യം ഇല്ലാതെ ഒരാൾ ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കർത്താവിന്റെ ക്രൂശിന്റെ പങ്കാളിത്തത്തിൽ ഒഴിഞ്ഞിരിക്കുകയാണ്. If we are not worthy of the Lord's table, we are staying away from God. രണ്ട് കർത്താവിന്റെ കഷ്ടത്തിൽ പങ്കാളിത്തമുള്ളവനാണെന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. We should be able to work hard for Jesus Christ. യേശു പറഞ്ഞു, എന്നെ പകച്ചവർ നിങ്ങളെയും പകയ്ക്കും. The people who cursed me will curse you. ഈ ലോകം എനിക്ക് അനുകൂലമല്ല, നിങ്ങൾക്കും അനുകൂലമല്ല. The world is not favorable for me, so to you. നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Even if you have challenges, world, don't worry, I have won over the world. കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. Don't be ashamed of being a Christian and challenges. വിശ്വാസ ജീവിതം പട്ടുമത്തിയല്ല, പ്രതികൂലത്തിന്റെ താഴ്വര വന്നേക്കാം, പക്ഷേ നമ്മെ മറക്കാത്തൊരു കർത്താവുണ്ട്. The Christian's life is a valley of many challenges, but Jesus will never forsake you. ഒരു ദൈവപൈതലായി ജീവിക്കാൻ ഈ കാലം വളരെ പ്രയാസമാണെന്ന് നമ്മൾ അറിയണം. To be a child of God, it is very challenging these days. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. In its midst, God will give His grace upon us. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 12,000-ലധികം ആളുകൾ നൈജീരിയ രക്തസാക്ഷികളായി. We see that actually almost 12,000 people were died in Nigeria. ഈ ലോകത്തിൽ യേശുവിനെ മരിക്കാൻ ഒരു മടിയുമില്ലാത്ത ആയിരങ്ങൾ 10,000 ഉള്ളപ്പോൾ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടത ജീവിതത്തിൽ വരുന്നെങ്കിൽ ഭാരപ്പെടണ്ട. ദൈവമെല്ലാം അറിയുന്നവനാണ്. ദൈവം അതിന് നടുവിൽ വഴികൾ തുറക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതിനെ തുറന്ന് പറയാമോ? യേശുവിന് വേണ്ടി കഷ്ടാനുഭവങ്ങൾ പങ്കാളിത്തമുള്ളവനായി മാറുക. No matter whatever challenges you go through, God is able to send deliverance upon you. 96 ഞാൻ എഴുതിയ പാട്ടാണ് കടന്നുതീരുന്ന മാറുമോ വേദനകളും തീരുമോ. The song was written by Pastor in 96. ഞാൻ എഴുതിയ 100-ലധികം കാലമെല്ലാം എൻ്റെ ജീവിതാനുഭവങ്ങളിലെ പാട്ടുകളാണ്. It is all through my life experience. ഞാൻ അതിലേക്ക് പോയാൽ എൻ്റെ സമയം പോകുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. I don't want to go into the details now. ജീവിതത്തിലെ കഷ്ടതകൾ നമ്മെ തകർത്ത് കളയരുത്, മുടിച്ചു കളയരുത്, ഇല്ലാതാക്കരുത്. ദൈവം നമ്മെ പണിയുകയാണ്. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മെ ഉയർത്തുകയാണ്. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറി നിറഞ്ഞ് അത് അല്ലെങ്കിൽ അതിൽ നാം ഉറച്ചു നിൽക്കുന്നവരാകണം. The challenges that we have in our life is not to destroy us, but we trust in the Lord. He will strengthen us. He said the fifth one is that by any means I want to attain the resurrection from the dead. We all became Christians and followers of Christ because we want to go be eternal life. Paul says actually, he says by any means. I am actually really afraid of that word. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം നമ്മളൊരു നല്ല വിശ്വാസിയാണ്, കർത്താവ് വന്നാൽ പോകുമെന്നൊരു തോന്നലുണ്ടായേക്കാം. ഇന്ന് പകൽ നാം ഭയപ്പെടണം. വല്ല വിധേനയെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ നാം എത്രയധികം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ നിൽക്കണമെന്ന് നാം ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം. We may be thinking we are a good Christian and we are ready to go when Jesus comes back, but remember Paul said by any means. യേശു വീണ്ടും വരും. Jesus is going to come back. ഞാൻ നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും, even if you don't believe, ഞാൻ നിങ്ങൾ ഒരുക്കാനുമില്ലെങ്കിലും,
even if you did not ഞാൻ prepare, നിങ്ങൾ തയ്യാറായാലും ഇല്ലെങ്കിലും even if you're not prepared, യേശു വീണ്ടും വരും. that Jesus Christ will യേശു come. വീണ്ടും വരും. Jesus Christ will come യേശു back. വീണ്ടും വരും. Jesus will come back. പ്രത്യാശയുള്ള കർത്താവിന് സ്തോത്രം ചെയ്യാമോ? Let us all praise the Lord. കാലം കണ്ട, ചരിത്രം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം യേശുവിന്റെ മനുഷ്യാവതാരമാണ്. We see that actually the biggest miracle the world has seen is the Jesus coming down. ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമുണ്ട്. There's one more great miracle that the world will see. അത് വെള്ളച്ചാട്ടമല്ല. It is not a Niagara അത് waterfalls. ബൂർജ് ഖലീഫയല്ല. It is not any big നമ്മുടെ building. പ്രാണപ്രിയനായ യേശുവിന്റെ മടങ്ങിവരവാണ്. It is the returning of Jesus Christ. കാഹളത്തൊലിക്കും മരിച്ചവർ അക്ഷരായി ഉയർക്കും. We see the trumpet will sound and everybody who സകല died in Christ will വിശുദ്ധന്മാർ rise. ഇവിടുന്ന് പള്ളിയെ പുനരാഗമിച്ച കർത്താവോട് All the saints will be taken up to Christ. എത്രപേർക്ക് പ്രത്യാശയുണ്ട്? How many of you ഈ believe it? ദ്രവത്വമുള്ള അദ്രവത്വത്തെയും And in these things which dies ഈ away, മർത്യമായ അമർത്യത്തെ നാം പ്രാപിക്കും. we will become more immortal. മരണമേ നിന്റെ വിഷമുള്ളവിടെ, We all will be taken up. ഹേ മരണമേ നിന്റെ ജയം എവിടെ? We see that actually where death, where is your മരണത്തിന്റെ victory? വിഷമുള്ള പാപം. We see that actually through sin the death came. കർത്താവുതൻ ഗംഭീരനാഥത്തോടും God will come down with the trumpet, കർത്താവുതന്റെ ശബ്ദത്തോടും with the sound of the ദൈവത്തിന്റെ archangel, കാഹളത്തോടും കൂടെ with the trumpet of God. സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും. He will come down from heaven. കോടി ദൂതന്മാർ യേശുവിനെ അകമ്പടി സേവിച്ച മധ്യകാസ്ത്രം There നിറയ്ക്കും. will be millions of angels which will be accompanied. പ്രധാനദൂതന്റെ ശബ്ദം മുഴങ്ങും. The archangel sound will കാഹളം be മുഴങ്ങും. sounded. The trumpet will be sounded. കല്ലറയിൽ അടക്കം ചെയ്ത സകല വിശുദ്ധന്മാരെ കല്ലറകൾ പിളർക്കും. All the graveyards of the saints would come up open. അവർ ഈ ദൂതതുല്യരായി പറന്നുയരും. They would be going up to പിന്നെ Christ. അല്ലെങ്കിൽ തന്റെ വിശുദ്ധ സഭ കർത്താവിനെതിരിൽപ്പാൻ ഒന്നിച്ച് പറന്നുയരും. And the holy church will also go up. പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? How many of you believe ഈ that? കാലമെല്ലാം കഴിയും. All these days will be ഇന്ന് gone. കാണുന്നതെല്ലാം അഴിയും. Everything you've seen will be പിന്നെ gone. പുതുയുഗം വിരിയും. There will be new millennium തിരികെ coming. വരാതെ നാം നിത്യതയിൽ മറയും. Without coming back, we'll go to എത്രപേർക്ക് eternal life. പ്രത്യാശയുണ്ട്? How many of you believe that? കരങ്ങളടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തോത്രം ചെയ്ത് Let us all praise the Lord. യേശു വീണ്ടും വരാറായി. ഓ രാമന ശൈദല രഗദന റിഥല രഗദന രഗദന ഉടരാധന റീമന ശൈദരാധന ഹംഗരാധന ഓ റീമന ശൈദല യേശു വീണ്ടും വരും. Jesus will come back. വിശുദ്ധന്മാരെ ഒരുങ്ങുക, യേശു വീണ്ടും വരും. വല്ലവിധേനെ മരിച്ചോടുന്ന പുനരുത്ഥാനം പ്രാപിക്കാൻ ഈ തലമുറ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അവസരം കത്തുദാസന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. God bless you all.